അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 2024-25 മാർച്ചിലെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1. ക്വസ്റ്റ്യനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികൾ. ഇവയുടെ സവിശേഷതയിൽ പെടാത്തതേത്? ഓപ്ഷനെ മുട്ടയിടുന്നവയാണ് എന്നുള്ളതാണ് സവിശേഷതയിൽ പെടാത്തത്. അല്ലേ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികളിലെ. അവർ പ്രസവിക്കുന്നവയാണ്, അവർ മുട്ടയിടോ? പിന്നെ ഇല്ല, മുട്ടയിടുന്നവയാണ് എന്നുള്ളതാണ് തെറ്റായതില്ലേ. സവിശേഷതയിൽ പെടാത്തതാണ് ചോദിച്ചത്. അല്ലേ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു എന്നുള്ളതൊക്കെ ഇതിൽ പെടുന്നതാണ്, പെടാത്തതാണ് ചോദിച്ചത്. ബി ക്വസ്റ്റ്യൻ, ഉഭയജീവികളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവയുടെ സവിശേഷത എന്തെല്ലാം? ഒരെണ്ണം താഴെ നൽകിയിരിക്കുന്നു, മറ്റു രണ്ടെണ്ണം കൂടി എഴുതുക. അപ്പോൾ ഉഭയജീവികളുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് തന്നിട്ടുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അല്ലേ, ഉഭയജീവികൾ കരയിലും വെള്ളത്തിലും രണ്ട് സ്ഥലത്തും ജീവിക്കുന്നവയാണ്. അതുപോലെ വേറെന്താണ്? ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. അല്ലേ, വെള്ളത്തിൽ ജീവിക്കുന്നവയിൽ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. ഉഭയജീവികൾ നട്ടെല്ലുള്ളവയാണ്. അല്ലേ, ഉഭയജീവികളുടെ സവിശേഷത എഴുതാനാണ് പറഞ്ഞത്. അല്ലേ, ഉഭയജീവികൾ എന്താണ്? നട്ടെല്ലുള്ളവയാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ്. ആദ്യഘട്ടം പൂർണ്ണമായും വെള്ളത്തിലാണ്, ജലത്തിലാണ്. സി ക്വസ്റ്റ്യൻ, തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്നത് വാൽമാക്രിയാണ്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? എന്താണ്? രൂപാന്തരണം എന്നാണ് ആ പ്രതിഭാസത്തിൻ്റെ പേരില്ലേ. തവളയുടെ മുട്ട വിരിഞ്ഞ് വാൽമാക്രിയാവുന്ന ആ പ്രതിഭാസത്തിൻ്റെ പേര് രൂപാന്തരണം. അല്ലേ, രൂപാന്തരണം എന്നാണ്. ഈ പ്രതിഭാസം കാണിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് ഏതാനാണ് പറഞ്ഞത്? ഏതാണ്? ചിത്രശലഭം. അല്ലേ, ഇതേപോലെയുള്ള പ്രതിഭാസം കാണിക്കുന്നവയാണ്. അല്ലേ, ഇതേപോലെ അല്ലേ, തവള മുട്ട വിരിഞ്ഞ് വാൽമാക്രിയാവുന്നത് പോലെ തന്നെ എന്താണ്? പുഴുക്കളാവുന്നുണ്ടല്ലേ ചിത്രശലഭങ്ങൾ. അപ്പോൾ ചിത്രശലഭങ്ങൾ അതേപോലെയുള്ള പ്രതിഭാസം കാണിക്കുന്നവയാണ്. അല്ലേ, രൂപാന്തരണം എന്നുള്ള പ്രതിഭാസം കാണിക്കുന്നവയാണ് ചിത്രശലഭങ്ങളും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ക്വസ്റ്റ്യൻ എ, പല ഉരകജീവികളുടെയും എണ്ണം കുറയുകയും വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാഥമിക കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ആവാസ വ്യവസ്ഥയുടെ നാശമാണ്. അല്ലേ, ആവാസ വ്യവസ്ഥയുടെ നാശമാണ്. അല്ലേ, എന്താണ്? വംശനാശം സംഭവിക്കുന്നതും ജീവികളുടെ എണ്ണം കുറയുന്നതിനൊക്കെ കാരണം. അല്ലേ, ആവാസ വ്യവസ്ഥയുടെ നാശം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ കൂട്ടങ്ങളാക്കുക. ഏതൊക്കെ ജീവികളെയാണ് കൂട്ടങ്ങളാക്കേണ്ടത്? മുയൽ, പാമ്പ്, പല്ലി, പശു. അല്ലേ, അപ്പോൾ സസ്തനികൾ എന്നുള്ള ഗ്രൂപ്പ് ആക്കണം. പിന്നെന്താണുള്ളത്? ഉരകങ്ങളാണല്ലേ, ഉരകങ്ങളിൽ എഞ്ഞു പോകുന്നവ. അല്ലേ, അത് ആ ഗ്രൂപ്പിൽ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ സസ്തനികൾ ഏതൊക്കെയാണ്? അല്ലേ, മുയൽ, പശു ഒക്കെ എന്താണ്? സസ്തനികളാണ്. അല്ലേ, ഇനി ഉരകങ്ങൾ എന്താണ്? പാമ്പ്, പല്ലി, ലയന്നുവ, ലയഞ്ഞ് ജീവിക്കുന്നവ. അല്ലേ, പാമ്പ്, പല്ലിയൊക്കെ എന്താണ്? ഒരേപോലെ ഉള്ളതാണ്. അല്ലേ, ഉരകങ്ങളാണ്. സസ്തനികൾ എന്താണ്? മുയൽ, പശു ഒക്കെ സസ്തനികളാണ്. അപ്പോൾ നമ്മൾ കൂട്ടങ്ങളാക്കി. സി ക്വസ്റ്റ്യൻ, പാമ്പ് കടിയേറ്റാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അല്ലെ, പാമ്പ് കടിയേറ്റാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അല്ലെ, ആ ഭാഗം, പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അവിടെ മുറിയാക്കുകയോ ആ വിഷം എടുക്കാനൊന്നും ശ്രമിക്കരുത്. അല്ലേ, കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. അല്ലെ, പേടിപ്പിക്കരുത്. അയാളെ നമ്മൾ ഭീതിപ്പെടുത്തി പേടിപ്പിക്കാതിരിക്കുക. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കുക. അല്ലേ, സമാധാനം കൊടുത്തിട്ട് ശാന്തമാക്കുക. അല്ലെ, പേടി പിടിച്ചിട്ട് പരിഭ്രാന്തപ്പെടുത്തരുത്. അതുപോലെ ആ വിഷം നിറഞ്ഞ ആ ഭാഗല്ലേ, അവിടെ എന്താണ്? മുറിവുണ്ടാക്കി അല്ലെങ്കിൽ അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യരുത്. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രവർത്തനം 3. ക്വസ്റ്റ്യനെ, നാവിൻ്റെ ആരോഗ്യത്തിനായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നാവിൻ്റെ ആരോഗ്യത്തിനായി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അല്ലേ, ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. അല്ലേ, ശക്തിയായി നാവ് വടിക്കരുത്. അല്ലേ, നാവ് വടിക്കുന്ന ആ സാധനം ഉപയോഗിച്ച് നന്നോലും വടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വാദുമുഖങ്ങളൊക്കെ നഷ്ടപ്പെടും. അല്ലേ, അപ്പോൾ നാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മൾ എന്താണ്? നാവ് ശക്തിയായിട്ട് വടിക്കരുത്. അല്ലേ, അതായത് നല്ല ചൂടുള്ള തണുപ്പുള്ള വസ്തുക്കൾ കഴിക്കരുത്. അല്ലേ, അധികം ചൂടുള്ള തണുപ്പുള്ളതുമായിട്ടുള്ളത് നമ്മുടെ നാവും പല്ലൊക്കെ കേടുവരും. അല്ലേ. ബി ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്കാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. സി ക്വസ്റ്റ്യൻ, നേത്രദാനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അല്ലേ, നേത്രദാനവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? പോസ്റ്റർ വരക്കാൻ എന്താണ്? നേത്രദാനം, മഹാദാനം എന്നൊക്കെ കൊടുത്തിട്ട് നല്ല ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള പിക്ചർ. അല്ലേ, നമ്മൾ ഈ ക്വസ്റ്റ്യന് മുന്നേ ഡിസ്കസ് ചെയ്തതാണല്ലേ, നേരത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിൽ. അല്ലേ, നേത്രദാനം. അല്ലേ, അപ്പം നേത്രം ദാനം ചെയ്തിട്ട് കണ്ണ് കിട്ടിയ ഒരാൾ കാഴ്ച കാണുന്നതില്ലേ, പ്രകൃതി മനോഹരമായിട്ട് കാണുന്ന ഒരു പിക്ചർ കൊടുത്തിട്ട് ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് ഒരു കോട്സൊക്കെ കൊടുത്ത് പോസ്റ്റർ നല്ല മനോഹരമാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. എ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളെ നടീൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കുക. എങ്ങനെയാണ് നടുന്നത്? അല്ലേ, തണ്ട് നട്ടിട്ടാണോ അല്ലെങ്കിൽ വേര് നട്ടിട്ടാണോ അല്ലെങ്കിൽ ഇല കുഴിച്ചിട്ടാണോ? എങ്ങനെയാണ് അതിനെ നടുന്നത്? അല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തണ്ട് നട്ടുണ്ടാവുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാം. അല്ലേ, ചെമ്പരത്തി നമ്മൾ കൊമ്പ് കുഴിച്ചിട്ടിട്ടാണ് ഉണ്ടാവല്. അതുപോലെ ഏതാണുള്ളത്? മരച്ചീനി, റോസ്. അല്ലേ, റോസും മരച്ചീനിയും ഒക്കെ അതുപോലെ തണ്ട്, അല്ലേ, കൊമ്പ് കുഴിച്ചിട്ടിട്ടുണ്ടാവുന്നവയാണ്. അല്ലേ, റോസിൻ്റെ ഒക്കെ തണ്ടല്ലേ, കൊമ്പല്ലേ നമ്മൾ കുഴിച്ചിടാറ്. നെക്സ്റ്റ് ഈ നെല്ല്, വെണ്ട ഒക്കെ ഏത് ഗ്രൂപ്പിലാണ്? അല്ലേ, വിത്ത് നട്ടിട്ടുണ്ടാവുന്നവയാണ്. അല്ലേ, വിത്ത് നട്ടുണ്ടാവുന്നവ. അല്ലേ, നെല്ലിൻ്റെ ഒക്കെ വിത്തല്ലേ നടാറ്. അതുപോലെ വെണ്ടയുടെയും വിത്താണ്. അല്ലേ, ആ കുരുവാണ് നമ്മൾ നടാറ്. അപ്പോൾ വിത്ത് നട്ടിട്ടുണ്ടാവുന്നവയിൽ ഇവിടെ ഒന്നുകൂടി ഇല്ലേ, ചീര,
ചീരയും അതുപോലെ ചീരൻ്റെ വിത്ത് നട്ടലാണ്, അല്ലെ ചീര വിത്ത് കുഴിച്ചിട്ടിട്ടാണ് ചീര ഉണ്ടാവാറ്. അപ്പോൾ ചീരനെയും നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടുത്താം. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, വിത്തുകൾ ഒരു സസ്യത്തിൻ്റെ ചുവട്ടിൽ തന്നെ വീണു മുളച്ചാൽ തൈച്ചെടികൾക്ക് ശരിയായി വളരാൻ കഴിയില്ല. വ്യത്യസ്തമായ വിത്ത് വിതരണ രീതികൾ ഏതെല്ലാം? ഒരു സസ്യത്തിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചാൽ തൈകൾ ശരിയായി വളരില്ല. പിന്നെ വ്യത്യസ്തമായ വിത്ത് വിതരണ രീതികളിലെ വിത്ത് വിതരണം, കാറ്റിലൂടെ വിത്ത് വിതരണമുണ്ട്, അതുപോലെ ജലത്തിലൂടെ പൊട്ടിത്തെറിച്ചിട്ട് വിതരണമുണ്ട്, അതുപോലെ ജന്തുക്കളിലൂടെ അല്ലേ ജന്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നിട്ടില്ലേ, ഓരോ കിളികളൊക്കെ തിന്നിട്ട് എവിടെയെങ്കിലും വേറൊരു ചെടീൻ്റെ മണ്ണിൽ കൊണ്ടുപോയിടില്ല, അങ്ങനെ വിത്ത് ഉണ്ടാവാറുണ്ട് ഇല്ലേ. ക്വസ്റ്റ്യൻ സി, അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അനുഗക കലനം ഏത്? ഏതാണ്? അപ്പൂപ്പൻ താടിയുടെ രോമം പോലെയുള്ള ഭാഗങ്ങളിലെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രോമം പോലെയുള്ള ഭാഗങ്ങളാണ് വിത്ത് വിതരണത്തിന് സഹായിക്കുന്നതില്ലേ. അപ്പൂപ്പൻ താടിക്ക് രോമം പോലെയുള്ള ഭാഗങ്ങളല്ലേ ഉള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ക്വസ്റ്റ്യനെ, ജലത്തിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ജലം പൈപ്പിലൂടെ കടന്നു പോകുന്നത്? ജലം പൈപ്പിലൂടെ കടന്നു പോകാൻ ജലത്തിൻ്റെ ഏത് സവിശേഷത കൊണ്ടാണ്? ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ടാണല്ലേ, ജലം ഒഴുകുന്നു എന്നുള്ള ആ ജലത്തിൻ്റെ സവിശേഷത അല്ലേ, അതുകൊണ്ടാണ് ജലം പൈപ്പിലൂടെ ഇങ്ങനെ ഒഴുകാൻ കാരണം അല്ലേ. ക്വസ്റ്റ്യൻ ബി, പല രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങളുണ്ട്, ഏതെങ്കിലും 3 എണ്ണം എഴുതുക. അല്ലെ, ജലത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെയുണ്ട്? മഴവെള്ള സംഭരണിയുണ്ട്, മഴക്കുഴികൾ നിർമ്മിക്കാം അല്ലെ, അതുപോലെ തടയണ അല്ലെ, ഓരോന്ന് കെട്ടി നിർത്തിയിട്ടൊക്കെ വെള്ളത്തെ നമ്മൾ സംരക്ഷിച്ചില്ലേ, മഴക്കാലത്ത് വെള്ളത്തെ സംരക്ഷിച്ച് നിർത്താറുണ്ട് അല്ലെ. അങ്ങനെ ഏതെങ്കിലും 3 ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ പൈപ്പിലെ ടാപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് വെള്ളം അങ്ങനെ പായാക്കാതിരിക്കുക, വേഗം ഓഫാക്കുക. അതുപോലെ ലീക്കുള്ള ടാപ്പൊക്കെ ആണെങ്കിൽ അത് വേഗം പൂട്ടിയിട്ട് വെക്കുക അല്ലെ, വെള്ളം അങ്ങനെ പായാക്കി കളയാതിരിക്കുക, വെള്ളത്തെ സംരക്ഷിക്കുക. സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലത്തിൻ്റെ ഖരാവസ്ഥ ഏത്? അല്ലേ, ജലത്തിൻ്റെ ഖരാവസ്ഥ ഏതാണ്? ഖരം എന്ന് പറഞ്ഞാൽ ഐസ് അവസ്ഥയാണ് അല്ലേ, ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഖരം അല്ലെ, ഖരാവസ്ഥ അല്ലേ. ദ്രാവകം എന്ന് പറഞ്ഞാൽ വെള്ളം പോലുള്ള അവസ്ഥ അല്ലെ, വാതകം എന്ന് പറഞ്ഞാൽ നീരാവില്ല, ആവിയായി പോകുന്ന അവസ്ഥയാണ്. അപ്പം നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ക്വസ്റ്റ്യൻ എ, കത്താൻ വായു ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തതാണല്ലോ. ഈ പരീക്ഷണത്തിന് തീപ്പെട്ടി കൂടാതെ മറ്റെന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? തീപ്പെട്ടി കൂടാതെ മെഴുകുതിരി ആവശ്യമാണ്, ഗ്ലാസ് അല്ലേ, മെഴുകുതിരിയാണ് കത്തിക്കാൻ അല്ലേ, ആ ഗ്ലാസ് വെച്ചിട്ടാണ് മൂടുന്നത്. അപ്പോൾ ഇത്രയും സാമഗ്രികൾ ആവശ്യമാണ് അല്ലേ, ആവശ്യമായ സാധനങ്ങൾ അല്ലേ. ബി ക്വസ്റ്റ്യൻ, ഇതുപയോഗിച്ചുകൊണ്ട് കത്താൻ വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. കത്താൻ വായു ആവശ്യമാണെന്നുള്ള പരീക്ഷണം എങ്ങനെയാണ്? അതിനുവേണ്ടി മെഴുകുതിരി തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് കത്തിക്കുക, എന്നിട്ടൊരു ഗ്ലാസ് വെച്ച് മൂടുക. അപ്പോൾ എന്താണ്? ആ മെഴുകുതിരി കത്തില്ല അല്ലേ, അത് കെട്ടുപോകും അല്ലേ. നമ്മൾ ഫുള്ളായിട്ട് മൂടിയാൽ കുറച്ച് വായു കിടക്കുന്ന രീതിയിൽ ആ ഗ്ലാസ് ഒന്ന് ചെരിച്ച് പിടിച്ചാൽ വായു കിടക്കുന്നത് കൊണ്ട് ആ മെഴുകുതിരിയിലുള്ള തീ എന്താണ്? വീണ്ടും കത്തും അല്ലേ. അങ്ങനെ ഒരു പരീക്ഷണമുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതാണ് എഴുതേണ്ടത്. ഇത് പരീക്ഷണക്കുറിപ്പാക്കിയിട്ട് എഴുതുക. ലാസ്റ്റ് എന്താണ് നിഗമനമായിട്ട് നമ്മുടെ റിസൾട്ട് എന്താണ് അല്ലേ, കത്താൻ വായു ആവശ്യമാണില്ലേ, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതുക. സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാം? പെട്രോള്, ഇതൊന്നും പുതുക്കാൻ കഴിയില്ല, നമുക്ക് പുതുക്കാൻ കഴിയാത്ത പെട്രോളും കൽക്കരിയും പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, ക്വസ്റ്റ്യൻ എ, മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണല്ലോ കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇവ നൽകുന്ന 2 സേവനങ്ങൾ എന്തെല്ലാം? അല്ലെ, കൃത്രിമ ഉപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം, അതുപോലെ എന്തൊക്കെയുണ്ട്? കാലാവസ്ഥാ പ്രവചനമുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം, വാർത്താവിനിമയം, ഗതിനിർണയം, ഭൗമനിരീക്ഷണം, പ്രതിരോധം അല്ലേ. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ, ഉപയോഗങ്ങളാണ്. അതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി അല്ലേ. കാലാവസ്ഥ പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസം അല്ലേ, അതേപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട് അല്ലേ. അത് 3 നിങ്ങൾക്ക് എഴുതാം. ബി ക്വസ്റ്റ്യൻ, അനുയോജ്യമായവ എയിൽ നിന്നും ബിയിലേക്ക് ചേർത്ത് എഴുതുക. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു അല്ലേ, സ്വയം പ്രകാശിക്കുന്നതാണ്. കൃത്രിമ ഉപഗ്രഹം എന്താണ്? കാലാവസ്ഥാ പ്രവചനമാണ്. റോക്കറ്റാണ് കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകാശത്തേക്ക് എത്തിക്കുന്നത് അല്ലേ. റോക്കറ്റ് വഴിയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകാശത്തേക്ക് എത്തിക്കുന്നത് അല്ലേ. ആകാശത്തേക്ക് പണം വിടുന്നത് പോലെ വിടുന്നത് റോക്കറ്റാണ് അല്ലേ. അപ്പോൾ സൂര്യന് സ്വയം പ്രകാശിക്കുന്നു. കൃത്രിമ ഉപഗ്രഹം എന്താണ്? കാലാവസ്ഥാ പ്രവചനം അല്ലേ, അതിൻ്റെ ഒരു ഉപയോഗമാണ്. ഇനി എന്താണ്? ചന്ദ്രൻ എന്താണ്? ഭൂമിയുടെ ഉപഗ്രഹമാണ് അല്ലേ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഫുൾഫിൽ ചെയ്തു. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്ന മാർഗം. GPS ആണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. GPS നമുക്കെന്താണ്? വഴി അറിയാൻ കഴിയില്ലേ. അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്ന മാർഗ്ഗം ഏതാണ്? GPS ആണ്. ഇത്രയും ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളാണ് ഈ വർഷത്തെ വാർഷിക പരീക്ഷ 2025 വാർഷിക പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.